പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദൻ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കനക അടുത്ത് വന്നിട്ട് ഗോവിന്ദനോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കനകേനോടും ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ ഭക്ഷണം കഴിച്ചോന്ന്. എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, ഗോവിന്ദേട്ടനല്ലേ മരുന്നൊക്കെ കഴിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറയണം. അപ്പോൾ അസുഖമുള്ളവർ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതിയോ, അല്ലാത്തവരും ഭക്ഷണം കഴിക്കാതിരുന്നാൽ അസുഖം വരില്ല എന്നൊക്കെ കനകേനോട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. എന്തായാലും നന്ദു എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് എല്ലാം വിശദമായിട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അവൾ ഇങ്ങനെ ഒരുപാട് തവണ ആ പയ്യനോട് പറഞ്ഞു വേണ്ട വേണ്ടാന്ന്, പക്ഷേ അയാളത് പറഞ്ഞു കേൾക്കാതെ വീണ്ടും അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ ബാറ്റ് എടുത്ത് അടിച്ചതെന്ന് പറയുകയാണ്. നിനക്കറിയാലോ, നമ്മുടെ മൂത്തമോളെ പോലെയെല്ലാം മറ്റ് രണ്ട് മക്കളും അവർക്ക് ഇങ്ങനെ കുടുംബത്തെ ആക്ഷേപിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കാനൊന്നും ആവില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ എന്തായാലും ഇനി നാളെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നൈനേനെയാണ് കാണിക്കുന്നത്. നൈന ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ആദർശിനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആദർശേട്ടന് ഇഷ്ടമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പരിപാടിയെന്ന്. ഞാൻ ആദർശേട്ടന് ഇഷ്ടമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഓഫീസിൽ കഷ്ടപ്പാടൊക്കെ ഞാൻ കണ്ടതല്ലേ, അപ്പോൾ ആദർശേട്ടന് ഫുഡ് ഉണ്ടാക്കി തരേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കാറൊന്നുമില്ലായിരുന്നു, ഞാൻ തന്നെയാണ് പാചകമൊക്കെ ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുമെന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഓംലെറ്റ് എന്തോ ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നൈനയാണെങ്കിലും അങ്ങനെ സവാള എല്ലാം അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്തോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നൈനയാണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മര്യാദയ്ക്ക് കഴിച്ചിട്ടിരിക്കേണ്ട പകരം അവിടെ ഈഗോ കാണിക്കുകയാണെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് അദൃശ്യമാണെങ്കിലും അതങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സ്ത്രീകളുടെ ഒരു വിചാരമുണ്ട് ഈ പാചകം ചെയ്യുന്നത് എന്തോ വലിയ മഹാകാര്യമാണെന്ന്, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്കും അങ്ങനെയൊന്നല്ല, എനിക്കും ഇതെല്ലാം ചെയ്യുന്നത് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മോൾ ഇവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മോൾ ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വന്ന് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ആ ചെറുക്കൻ്റെ വീട്ടുകാരെ വീണ്ടും വിളിച്ചിരുന്നു, ഒരു ഫേവർ നിങ്ങൾക്ക് ചെയ്ത് തരണ്ടെന്നാണ് പറഞ്ഞത്, അവർ നല്ല മുകളിലാണ് പിടിച്ചിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ അതിനേക്കാളും മുകളിൽ പിടിക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ ജയിലിലായാൽ അതിൻ്റെ മോശപ്പേര് മാറില്ലല്ലോ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല, മരിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളെ അവളെ ഇങ്ങനെ 10 മണിക്ക് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ എവിടെയെങ്കിലുമൊക്കെ മുകളിൽ പിടിക്കാൻ നോക്കുക, എന്നാൽ അവളെ രക്ഷിക്കുക എന്നുള്ളതിൽ പറയുന്നുണ്ട്. ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും അവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് ആദർശ് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് പറയുന്നുണ്ട്, ഇതെല്ലാം പൊടിഞ്ഞു പോയല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ തന്നെ അല്ലേ കഴിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ഇത് എത്ര സമയം എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് അല്ലല്ലോ എനിക്കെന്നും പണി, അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുമെന്ന് അറിയാം കേട്ടോ. പിന്നീട് നൈനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ഡിസൈൻ ഓർമ്മ വന്നതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ അടുക്കള ഡിസൈനൊന്നും ഇങ്ങോട്ട് പറയണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ നൈനേനെ കുറിച്ച് കൊച്ചാക്കി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ തലച്ചോറുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യം നല്ല തലച്ചോറുണ്ട്, നിനക്ക് തലച്ചോറുണ്ടായിരുന്നു, അത് നമ്മുടെ കല്യാണ സമയത്തായിരുന്നു, അന്ന് തല മുഴുവൻ മറിച്ച് വെച്ചിട്ടാണല്ലോ അവിടെ വന്നിരുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് ഇഷ്ടമാവുന്നില്ല, ഇപ്പം നിങ്ങൾ എൻ്റെ ഡിസൈനിനെ കുറിച്ചൊക്കെ താഴ്ത്തി കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഡിസൈനൊക്കെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് കല്യാണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കല്യാണി പോലും ഇടയ്ക്ക് എന്നോടാണ് സംശയം ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കല്യാണി ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, അപ്പോൾ കിരണിനോട് ചോദിച്ചപ്പോൾ അവളുടെ സംസാരം എങ്ങാനും ഇനിയും പോയാലോ എന്നൊക്കെ പേടിച്ചിട്ടാണെന്നൊക്കെയാണ് എന്നോട് പറയുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് കല്യാണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നൈനയാണെങ്കിലും ഇങ്ങനെ അവളുടെ അച്ഛന് തിരിച്ചടി കൊടുത്ത കാര്യങ്ങളും എല്ലാം തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ അവൾക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും കല്യാണിനെ കുറിച്ച് പൊക്കി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈന ഇങ്ങനെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആദർശ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡും ഓംലെറ്റും ഒക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നൈനയാണെങ്കിലും അത് കഴിച്ചു നോക്കാനായിട്ട് പറയുമ്പോൾ ഞാനിപ്പോൾ നീ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഓഫീസിൽ തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ പോയേനെ, എന്നാൽ ഈ സീനൊക്കെ ഒഴിവാക്കായിരുന്നു, ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടിലും ശ്വാസം മുട്ടലാണ് എനിക്ക് നിൻ്റെ കൂടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഭിക്ഷക്കാരനായിരിക്കും. അപ്പോൾ നൈനയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ് പറയുന്നുണ്ട് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ നൈന ചോദിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ആണോ അയാളെ കടത്തി വിട്ടേന്ന്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റീനോട് പറഞ്ഞിട്ടുണ്ട്, ആര് ഭക്ഷണം ചോദിച്ച് വന്ന് വിളിച്ചാലും ഇങ്ങനെ അകത്തേക്ക് കടത്തി വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് നൈന അവിടെ ആദർശിനെ ഇങ്ങനെ ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ടാവും, അതെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ കൊണ്ടുപോകുന്നതെന്ന് നൈന ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം, നീ വാന്ന് പറഞ്ഞിട്ട് ആദർശ് നൈനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കൊണ്ടുവന്നത്, പോയിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം അങ്ങനെ ആ ഭിക്ഷക്കാരൻ്റെ കയ്യിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനയ്ക്കാണെങ്കിലും ഇങ്ങനെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഞാൻ വിളമ്പി വെച്ച ഭക്ഷണം അതുപോലെ എടുത്തങ്ങ് കൊടുത്തല്ലോ എന്ന്. എന്നിട്ട് ആദർശിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ആര് വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാലും അത് കൊടുക്കുന്നത് വലിയ പുണ്യമാണെന്ന് പറയാണ്. പിന്നെ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ദൈവം എൻ്റെ വിളി കിട്ടിയതാണെന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓ ഇപ്പം ദൈവം നിങ്ങളുടെ ദാസനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും അവിടെ ഇരുന്നിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അതിനെ കഴിക്കാത്തതുകൊണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ, നീ ഉണ്ടാക്കിയ ഭക്ഷണം നിനക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റ് പോവുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം ആദർശ് ഇങ്ങനെ നയന വരച്ചിട്ടുള്ള ഡിസൈൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നയന അവിടേക്ക് വരുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, ഇത് ക്ലയൻസിന് ഇഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ വീണ്ടും എന്തിനാ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കണ്ട് മതിയായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇത് കണ്ട് മതിയായിട്ടില്ല, പവിത്ര നന്നായിട്ടാണ് ഇത് വരച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതെല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവിത്രയ്ക്ക് അതിൻ്റെ ഷെയറും കൂടെ കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കമ്പനി നിശ്ചയിച്ചിട്ടുള്ള ഒരു സാലറി മെയിൻ ഡിസൈനർക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇതുവരെ MDയുടെ ഭാര്യ ആയിട്ടില്ല, ഇനിയിപ്പോൾ അങ്ങനെ ആയാലും എൻ്റെ തീരുമാനങ്ങളെ ഇതാക്കാനുള്ള ഇതൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അത് മുത്തശ്ശിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഇനിയിപ്പോൾ എന്തായാലും പവിത്രേനെ ഏതൊരു വർക്കും നന്നായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് പറയുന്ന സമയത്താണെങ്കിലും നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞേന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് അങ്ങ് പോകും. ആ സമയത്താണെങ്കിൽ ആദർശിന് ചെറിയൊരു സംശയം ഒന്നുണ്ട്, നയന എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ആദർശ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിൽ ഐസ്ക്രീം ഇരിക്കുന്നത് ആദർശ് കാണുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ആ ഐസ്ക്രീമിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ തണുപ്പുള്ളൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഐസ്ക്രീമൊന്നും ആരും കൊണ്ടുവയ്ക്കാറില്ലല്ലോ, ആരെങ്കിലും മറന്നു വെച്ചതാവുന്ന ഇങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ജലജയാണ് കാണിക്കുന്നത്, ജലജയാണ് അതിൽ ഐസ്ക്രീം വെച്ചിട്ടുള്ളത്. അപ്പോൾ ജലജ അങ്ങനെ അബീനോട് പറയുകയാണ് കേട്ടോ, ഫ്രിഡ്ജിൽ ഐസ്ക്രീം വെച്ചിട്ടുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ആദർശ് അത് കഴിക്കും, തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും ശ്വാസം മുട്ടലുണ്ടാവും എന്നുള്ളത് അരി ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമ്മൾ എന്തായാലും ഇവിടുന്ന് രാവിലെ ആകുമ്പോൾ പോകുമല്ലോ, അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോയി വന്ന് തിരിച്ചു വന്ന ശേഷമായിരിക്കും അവൻ എന്തായാലും ഐസ്ക്രീം കാണുന്നത്. ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തായാലും അതെടുത്ത് കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഇൻഹേലറും കൂടെ ഇല്ലെങ്കിൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നീട് ജലജിയാണെങ്കിലും ആദർശിൻ്റെ റൂമിൽ കയറിയിട്ട് ഇൻഹേലർ എല്ലാം അതിലുള്ള മരുന്നെല്ലാം അടിച്ച് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് 3:30 പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും അവിടെ ദർശനം എല്ലാം കഴിയും ഗുരുവായൂരിൽ എത്തിയിട്ട്. പിന്നീട് നമ്മൾ എന്തായാലും ഓഫീസിൽ തിരിച്ചു വന്ന ശേഷമായിരിക്കുമല്ലോ ആദർശ് ഐസ്ക്രീം കഴിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ എന്തായാലും ഇൻഹേലർ ഉണ്ടാവില്ല, നമ്മളെത്താൻ എന്തായാലും രാത്രിയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും. പിന്നീട് ആദർശിൻ്റെ വിധവയായിരിക്കും നയന, അവളെ അവിടുന്ന് ഏട്ടത്തി തന്നെ പേരും പറഞ്ഞ് ഇറക്കി വിട്ടോളും. പിന്നീട് ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് ഒത്തുകിട്ടും. ആ സമയത്ത് നിൻ്റെ ഭാര്യയായിട്ടുള്ള നവ്യനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും, നീ നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഒരു തുലാഭാരം തന്നെ നടത്താമെന്ന് പറഞ്ഞിട്ട് അബിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അബി അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ജലജ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നീട് ആദർശ് ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്